എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നത് ഇതുവരെ നമ്മൾ കാണാത്ത നല്ലൊരു കുറച്ച് വിശേഷങ്ങളൊക്കെ ആട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ ഫുൾ വിശേഷം കാണണം കേട്ടോ. അങ്ങനെ ആദർശം നവ്യ നയനയും കൂടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ മൂർത്തിമുത്തശ്ശി ചോദിച്ചു, അല്ല നിങ്ങൾ മൂന്നുപേരും എങ്ങോട്ടാ പോയെന്ന് ചോദിക്കണം. പെട്ടെന്ന് ജലജ പറഞ്ഞു, ഓ അവര് മൂന്നുപേരും കൂടെ എങ്ങോട്ട് പോകാനാ, നടക്കാൻ പോയതായിരിക്കും ഈ സമയത്തല്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയം ആദർശിന്റെ മുഖം താണു. പെട്ടെന്ന് അവയെ പറഞ്ഞു, ഞങ്ങള് എന്നൊക്കെ പറയാണ്. പെട്ടെന്ന് ദേവേനിച്ചു, ഈ കിടക്കുന്ന ഫോട്ടോസ് ഇതൊക്കെ നോക്കിയിട്ട് പറ, സത്യം പറ, ഇതെന്താ നവ്യ എന്ന് ചോദിക്കുകയാണ്. നവ്യ അതിലേക്ക് ഒന്ന് നോക്കി. നവ്യ പറഞ്ഞു, എനിക്ക് സത്യമായിട്ടും അറിയില്ല, എനിക്ക് അറിയില്ല എന്ന് പറയാണ് ഇതിനെക്കുറിച്ച്. ഓഹോ, അപ്പൊ നിനക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെന്ന് അഭി ചോദിക്കുക. കൊള്ളാം, നിനക്ക് അഭിനയിക്കാൻ പണ്ടേ നല്ല മിടുക്കാണല്ലോ എന്ന് പറയാണ്. അഭി പറഞ്ഞു, ഇനി ഒരു കാരണവശാല് ഇവളെ എന്റെ ഭാര്യയായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് നടക്കില്ല. കണ്ടവന്റെ കൂടെ പോയി അഴിഞ്ഞാടിയിട്ട് കയറി വന്നിരിക്കുന്നവള് നാണമില്ലാത്തവളെന്ന് പറയാം. നായൻ പറഞ്ഞു, അഭി നീ സൂക്ഷിച്ച് സംസാരിക്കണം. നവ്യേച്ചി അങ്ങനെ കണ്ടവന്റെ കൂടെ ഒന്നും ആരുടെയും കൂടെ പോയിട്ടില്ല. ഓ, നിങ്ങളായിരിക്കുമല്ലോ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത്, അതുകൊണ്ടായിരിക്കുമല്ലോ മൂന്നുപേരും കൂടെ ഇപ്പൊ പുറത്തു പോയിട്ട് വന്നേ. അല്ലെങ്കിൽ ഇന്ന് വരെ കള്ളത്തരമല്ലേ പറഞ്ഞിട്ടുള്ളൂ, വാ തുറന്ന് എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ? ഇതിനു മുമ്പാണെങ്കിൽ വയറ്റത്ത് പാട് വെച്ചോണ്ട് നടന്നു, എന്നിട്ട് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ നല്ല അഭിനയം അങ്ങോട്ട് കാഴ്ചവെച്ചു. ഇപ്പൊ അതിനേക്കാളും തകർപ്പൻ അഭിനയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദർശ് പറഞ്ഞു, അഭി നീ കാര്യം പറയാതെ ഇങ്ങനെയൊന്നും സംസാരിക്കരുന്നുണ്ട്. ഓ, ഇപ്പൊ ഏട്ടനാണല്ലോ ഇപ്പൊ ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നേ, സ്വന്തം ഭർത്താവിനില്ലാത്ത ഉത്തരവാദിത്തമുള്ള ഏട്ടനുള്ളതെന്ന് പറയണം. നയന പറഞ്ഞു, അഭി നീ സംസാരിക്കുന്ന വെച്ചിട്ട് കൂടി പോകുന്നുണ്ടെന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, എന്താ ആദർശം സംഭവിച്ചേ, നീ കാര്യം എന്താന്ന് പറ. അത് പിന്നെ മുത്തശ്ശ, നവ്യനെ ഒരുത്തൻ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, നിർമ്മൽ എന്ന് പറഞ്ഞ ഒരുത്തവൻ. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ, ഇനിയിപ്പൊ അത് പറഞ്ഞാൽ മതിയല്ലോ. നയന പറഞ്ഞു, നവ്യേച്ചി ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേങ്കില് ഒരുത്തൻ നവ്യേച്ചിയുടെ പുറകെ നടന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തുമായിരുന്നു. അങ്ങനെ സംഭവിച്ച ഈ ഫോട്ടോസൊക്കെ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഫോട്ടോസൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ, അതിനകത്തൊന്നും ഒരു കഥയില്ല മുത്തശ്ശാന്ന് പറയാണ്. ജലജ പറഞ്ഞു, അതേടി ഇനിയിപ്പൊ അത് പറഞ്ഞാൽ മതിയല്ലോ. പെട്ടെന്ന് ദേവേനെ പറഞ്ഞു, കൊള്ളാം, മൂന്നുപേരും കൂടെ എവിടെയോ പുറത്തു പോയിട്ട് വന്നിരിക്കുന്നു, അതും പോരെ ഫോട്ടോസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് അതിനൊരു കഥ ഉണ്ടാക്കിയേക്കുന്നു. ഇതൊക്കെ ഈ വീട്ടിലുള്ളവർക്കൊക്കെ അങ്ങോട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, ദേവേനി നീ മിണ്ടാതിരിക്കുക, അവരെന്താന്ന് വെച്ചാൽ സംസാരിക്കട്ടെ എന്ന് പറയാണ്. ഇവളുടെ ചേച്ചിയും പണ്ടേ തൊട്ട് കള്ളികളാ, ഈ വീട്ടിൽ പിടിച്ചു വയ്ക്കാനായിട്ട് എന്ത് കുതന്ത്രമാർഗം പ്രയോഗിക്കുമെന്ന് പറയാം. ജലജ പറഞ്ഞു, ശരിയാ, ഇതിനു മുമ്പ് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവറ്റകളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുവാരെന്നുള്ള നല്ല ബോധ്യമുള്ളതുകൊണ്ടാ ഇങ്ങനത്തെ പണികളൊക്കെ കാണിച്ചു കൂട്ടുന്നേ. നയന പെട്ടെന്ന് പറഞ്ഞു, ദേ വെറുതെ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ചേച്ചിനെ കുറ്റപ്പെടുത്തണ്ടാന്ന് പറയണം. ഓ, അപ്പൊ തെറ്റ് ചെയ്ത് ഇവിടെ നീ ആയിരിക്കും അല്ലേന്ന് ചോദിക്കാണ്. അബി പറഞ്ഞു, ഇനി ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു കാരണവശാല് ഇവളെ ഈ വീട്ടിൽ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. ആദർശ് പറഞ്ഞു, അല്ല അതിന് ഇതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ഒരു തെറ്റും ചെയ്യാതെ വെറുതെ ഒരു നിരപരാധിനെ ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ ഇളയമെന്ന് ചോദിക്കണം. പിന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മുത്തശ്ശൻ പറഞ്ഞു, അല്ല ബാക്കി നീ പറഞ്ഞില്ല, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ആ നിർമ്മൽ എന്ന് പറയുന്ന അവനിവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അവന്റെ അടുത്തേക്ക് നയനയും നവ്യം പോയപ്പോഴാണ് നയനയ്ക്ക് ആ ആക്സിഡന്റ് ഉണ്ടായത്. ഈ സമയത്ത് ഞാനും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു, ഞാനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ വന്നു, പക്ഷെ പോലീസുകാർക്ക് അവനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയാണ് കാര്യങ്ങൾ, എന്നാൽ അവനെ വെറുതെ വിടല്, അവനെ കൈയോടെ പിടികൂടണം, അവനെ കൈയോട് കൂടി പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയുണ്ടേ. അവന്റെ പുറകിൽ ഇനി മറ്റാരെങ്കിലും ഉണ്ടോന്ന് അതറിയണമെന്ന് പറയാം. അഭി ഈ സമയത്തൊന്നും ഞെട്ടി, ദേവേ പോലീസ് അങ്ങനെ പിടികൂട്ടുണ്ട്, അതോടെ തീർന്നു, നിർമ്മലുള്ള സത്യങ്ങളൊക്കെ ചിലപ്പോൾ വിളിച്ചു പറയും. പെട്ടെന്ന് അഭി പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഏട്ടന്റെ തിരക്കഥ കൊള്ളാം. അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരാ ആദ്യം എന്നോടാ പറയേണ്ടത്, അല്ലാതെ വേറെ ഭർത്താവിന്റെ ചേട്ടനോടാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതെന്ന് അഭി ചോദിക്കുക. നയന പറഞ്ഞു, നിന്നോട് ആരെങ്കിലും എന്തേലും പറയുമോ, നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നീ നിന്റെ അമ്മയും കൂടെ കൂടിയിട്ട് നവ്യേച്ചിനെ ഇവിടുന്ന് പുറത്താക്കാനല്ലേ ശ്രമിക്കുള്ളൂ, അല്ലാതെ ഒരു കാരണവശാലും നവ്യേച്ചിക്ക് ഒരു ആശ്വാസവാക്കോ പറയുമോ ഒന്നും ചെയ്യത്തില്ലോ എന്ന് ചോദിക്കാം. മുത്തശ്ശി പറഞ്ഞു, അത് മോള് പറഞ്ഞ കാര്യം കൃത്യമായിട്ടുള്ള കാര്യമെന്ന് പറയാണ്. ജലജ പറഞ്ഞു, ദേ എല്ലാരും കൂടെ കൂടി അവസാനം വരുമ്പോ എന്നെ മോന്റെ തലയിലേക്ക് കയറാൻ നോക്കണ്ട, അതല്ലേലും അങ്ങനെയല്ലേ, അവസാനം വരുമ്പോ കുറ്റങ്ങളെല്ലാം ഞങ്ങളുടെ തലയിലായിരിക്കും എന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു, ഒരു ഫോട്ടോയുടെ പേരില് ഇവിടെ നിന്ന് ആരെയും പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല, ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞു പോകണം നിർബന്ധമുള്ളവർക്ക് ഈ വീട്ടിൽ നിന്ന് പോകാന്ന് പറയണം. അബിയോടും ജലജയോടുമായിട്ട് അത് പറഞ്ഞ് ഇത് കേട്ടപ്പം അബി പറഞ്ഞു, അല്ലേലും എനിക്കറിയാമായിരുന്നു ഇങ്ങനെ വരുന്നുള്ളെന്ന്,
അവസാനം ഞാൻ ഇവിടെ കുടിച്ചു കുടിച്ച് ഞാൻ ഇവിടെ കിടന്ന് മരിക്കത്തുള്ളൂ ഇവിടെ ഈ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ. അതിനേക്കാളും ഭേദം മിക്കവാറും ഞാൻ ഇവിടുന്ന് പോകുന്നതെന്ന് പറയാ. ജലജ പറഞ്ഞു എനിക്കറിയായിരുന്നു, അല്ലെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കഴിയുമ്പത്തേനും അവസാനം ആ ചൂണ്ടിക്കാണിക്കുന്നവരാ തെറ്റുകാരായിരിക്കുന്ന. മുത്തശ്ശൻ പറഞ്ഞു ദേ ജലജ, നീ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. നിനക്ക് നീ പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ സ്നേഹം ഉണ്ടായിരുന്നു നിന്നോട്. പക്ഷേങ്കിൽ നീ അങ്ങനെയല്ല. നീ എല്ലാവരുടെ മുന്നിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളൂ. നിനക്ക് ഈ കുടുംബത്തിനോട് യാതൊരു സ്നേഹവും ഇല്ല. നിനക്കെന്നല്ല നിന്റെ മകനും ഇല്ല എന്ന് പറയണ. അവന് ചെറുതിലേ മുതൽ അവന്റെ ഈ സ്വഭാവമായിരുന്നു. കുറച്ചു കാലം കഴിയുമ്പോഴെങ്കിലും മാറുമെന്ന് വിചാരിച്ചിട്ട് ഇനി ഒരിക്കലും മാറാൻ പോകുന്നു തോന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറഞ്ഞേക്കാം. ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടുത്തെ രീതിക്കൊത്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ നിന്നാ മതി. അല്ലെങ്കിൽ നിനക്ക് നിന്റെ മകനും ഇവിടുന്ന് പോകാന്ന് പറയാം. ഈ സമയം ജലജ ദേഷ്യമായിട്ട് അഭിനയം ഒന്ന് നോക്കുക മാത്രമേ ചെയ്തേ. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു അല്ല അതിനുശേഷം എന്താ ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. പിന്നീട് അവൻ വിളിച്ചിട്ട് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് പറയണം. ദേവേനി പെട്ടെന്ന് ചോദിച്ചു 10 ലക്ഷം രൂപയോ? എന്നിട്ട് നിങ്ങൾ അത് കൊണ്ടേ കൊടുത്തോന്ന് ചോദിക്കുകയാണ്. ഇല്ല, 10 ലക്ഷം രൂപയെന്ന് പറഞ്ഞൊരു ബാഗ് കൊണ്ടേ വെച്ചു, അതിനകത്ത് കുറെ പേപ്പർ ഇട്ട് കൊണ്ടേ വെച്ചു. പക്ഷെ അവന് വിദഗ്ധമായിട്ട് ആ സമയത്ത് മുങ്ങി മറ്റൊരുത്തന്നെയാണ് അങ്ങോട്ട് അയച്ചത്. ആ സമയത്ത് അവനെ പിടിക്കാന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അങ്ങനെ പോയിട്ട് ഞങ്ങൾ വരുന്ന വഴിയാന്ന് പറയണം. അല്ല മോനെ, നിനക്കിത് നേരത്തെ പറയാൻ പറ്റില്ലായിരുന്നു മുത്തശ്ശി ചോദിക്കുകയാണ്. മുത്തശ്ശി, ഇതൊക്കെ ഈ വീട്ടിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ തെറ്റായ രീതിയിലല്ലേ അതിനെ കാണത്തുള്ളൂ, അതുകൊണ്ടാന്ന് പറയണം. ജലജ പറഞ്ഞു കണ്ടില്ലേ, ഒരു കള്ളത്തരാൻ പറയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മോൻ ഇപ്പൊ പറയുന്ന പറച്ചിൽ കേട്ടില്ലേ? ദേവേനി പറഞ്ഞു എന്നാലും ആദർശം നിനക്ക് എന്നോടെങ്കിലും ഇത് പറയായിരുന്നു. ഇതിനെ കുറിച്ചൊക്കെ എങ്ങനെയാമ്മ പറയണേ? അബി പറഞ്ഞു എന്നോട് പറയാൻ പറ്റില്ലേലും അവള് ചേട്ടനോട് പറഞ്ഞല്ലോ, അത് മതി എന്ന് പറയണം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഇനി ഒരിക്കലും അവളെ ഭാര്യയായിട്ട് ഞാൻ അവളെ ഇവിടെ നിർത്തില്ല എന്ന് പറയണം. പെട്ടെന്ന് ജലജ അങ്ങോട്ട് വന്നിട്ട് നമ്പിയുടെ കയ്യിൽ ഇങ്ങോട്ട് പിടിക്കുകയാണ്. ഇങ്ങോട്ട് വാടി, നീ ഇനി ഇങ്ങനെ ഇവിടെ സൂചിച്ച് വാഴണ്ടാന്ന് പറഞ്ഞ് അങ്ങോട്ട് പിടിച്ച് തള്ളുവാണ്. നവ്യ അങ്ങോട്ട് മാറിപ്പോയി നിൽക്കും. അപ്പൊ നയന വന്നിട്ട് ചോദിച്ചു എന്താ ചെറിയമ്മയെ കാണിക്കുന്നേ? ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ആദർശ് വന്നിട്ട് പറഞ്ഞു നവ്യ നിരപരാധിയാണ്. നിരപരാധി എനിക്ക് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവരുടെ കൂടെ നിന്നത്. നയന പറഞ്ഞു ശരിയാ ആദർശ്, എന്നോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ കാരണം എന്താണെന്നറിയോ? ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. അതുകൊണ്ട് ഈ തവണ അങ്ങനെ ഒരു ഫോൾട്ട് പറ്റരുത്. എനിക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ആദർശോണ്ട് പറഞ്ഞു. അതുകൊണ്ടാ. ഇതെല്ലാം കേട്ടപ്പോൾ മുത്തശ്ശന് മനസ്സിലായി നവ്യയുടെ നിരപരാധിത്വം എത്രമാത്രമാണ്. കാരണം നിരപരാധി ആയതുകൊണ്ടാണ് അവള് നയനയുടെ ആ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. നയനയാണെങ്കിലും ആദർശനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ജലജ പറഞ്ഞു ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു കാരണവശാലും ഞാൻ ഇവിറ്റകളെ ഇവിടെ നിർത്താൻ പോകുന്നില്ല. ഇവിടെ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടിഞ്ഞാണെന്നും പറഞ്ഞുകൊണ്ട് ഓടി ഇങ്ങോട്ട് വന്നിട്ട് നവ്യനെ അങ്ങോട്ട് പിടിച്ചൊരു തള്ളം കൂടി തള്ളുവാണ്. നവ്യ അവിടെ വീഴുവാണ്. ആ വീഴ്ചയോട് കൂടി അവൾ അങ്ങോട്ട് ബോധം കെട്ട് പോകുക. പെട്ടെന്ന് നയനയിൽ ഓടി വന്നിട്ട് എന്താ ചേച്ചി എന്താ പറ്റിയെന്ന് ചോദിക്കുവാണ്. ഇച്ചിരി കുലുക്കി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നവ്യ പതുക്കെ കണ്ണു തുറന്നു. എനിക്ക് വയ്യ, തീരെ വയ്യാന്ന് പറയാണ്. അഭി പറഞ്ഞു ഇതൊക്കെ അവളുടെ സ്ഥിരം അഭിനയമല്ലേ എന്ന് ചോദിക്കുക. ജലജ പറഞ്ഞു ഇങ്ങനെ പിടിക്കപ്പെട്ട് കഴിയുമ്പോ ഇങ്ങനെ ഒന്ന് ഒരു ബോധം കടൽ അങ്ങോട്ട് അഭിനയിക്കുവാണെങ്കിൽ എല്ലാത്തിനും ക്ലൈമാക്സ് ആയല്ലോ. പിന്നെ ആരും ഒന്നും ചോദിച്ചുകൊണ്ടൊന്നും വരത്തില്ലോ. കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ. പിന്നെ ഇവറ്റവളൊക്കെ എത്ര നാള് വേണമല്ലോ ഇവിടെ കഴിയാലോ എന്ന് പറയണം. നയന പറഞ്ഞതേ അനാവശ്യം പറയരുത് കേട്ടോ. ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞ ദുസ്സഹമായ ജീവിതം. ആ ജീവിതത്തിൽ ഞാനൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതമൊക്കെ തകർന്നു പോയിട്ട് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്ന മുത്തശ്ശനും വേറെ പലർക്കും വേണ്ടിയിട്ടൊക്കെയാ. അല്ലാതെ എനിക്കിവിടെ ജീവിക്കണമെന്നോ എന്റെ ചേച്ചിക്ക് എവിടെയെങ്കിലും ജീവിക്കണമെന്നൊരു ആഗ്രഹമൊന്നുമില്ല. വന്ന് പോയല്ലോ എന്നോർത്ത് ഇവിടെ ജീവിക്കുന്നതെന്ന് പറയാം. പെട്ടെന്ന് ദേവേനി പറഞ്ഞു നിനക്ക് ആഗ്രഹമില്ലായിരിക്കും, പക്ഷെ നിന്റെ ചേച്ചി എന്ന് പറയുന്നവൾ അങ്ങനെയല്ലാന്ന് പറയണ. മുത്തശ്ശൻ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് നീ ഒരു ഡോക്ടറെ വിളിക്കുക ആദർശം എന്ന് പറയാണ്. അപ്പൊ നവ്യ കണ്ണുറന്നിട്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തീരെ വയ്യായിരുന്നു നവ്യക്ക്. പതുക്കെ നവ്യനെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞിട്ട് കാര്യം ചെയ്യാം, മോളെ കൊണ്ടേ മുറിയിലേക്ക് കിടത്താൻ പറയാണ്. അങ്ങനെ മുറിയിലേക്ക് പോവാണ്. ഈ സമയത്ത് മുത്തശ്ശൻ നേരെ അബിയുടെ അടുത്തേക്ക് വന്നു. അബിയുടെ അടുത്തിട്ട് വന്നിട്ട് നാളെ ഉണ്ടോടാ നിനക്ക്? നിന്റെ ഭാര്യയായിട്ടുള്ള അവള് നിന്നോടൊരു കാര്യം പറയാതെ നിന്റെ ചേട്ടനോട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നറിയാവോ? നിന്നെ അവൾക്ക് അത്ര വിശ്വാസമില്ല, അല്ലെങ്കിൽ നീ അവൾ അത്രേ സ്നേഹിക്കുന്നുള്ളൂ. ഇനിയെങ്കിലും സ്വന്തം ഭാര്യയെ സ്നേഹിച്ച് ജീവിക്കാൻ നോക്കടാ. പറഞ്ഞിട്ട് കാര്യമില്ല. നീയും കൊള്ളാം, നിന്റെ അമ്മയും കൊള്ളാം. നിന്നെയൊക്കെ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു പ്രയോജനം ഇല്ലെന്ന് പറയാണ്. ഈ സമയം നവ്യേനെ മുറി കൊണ്ടേ കിടത്തു വരുന്ന നയന ആ കൂടെ ആദർശം കൂടെ ചെന്നു. അങ്ങനെ നവ്യ പറഞ്ഞു നിങ്ങളെ ഇല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് ഞാൻ ആകെപ്പാടെ തകർന്നു പോയേനെ. ആദർശ് പറഞ്ഞു നിന്റെ ഭാഗത്ത് ന്യായമുള്ളെന്ന് മനസ്സിലായതുകൊണ്ടാ, ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട കേട്ടാ. ആരും ഇനിയിപ്പോ കുറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല. എല്ലാവർക്കും മനസ്സിലായി നിന്റെ നിരപരാധിത്വം എന്ന് പറയുക. പെട്ടെന്ന് നവ്യ പറഞ്ഞു
ആദർശേട്ടനെ പോലെയുള്ള ഭർത്താവ് ഉള്ളതുകൊണ്ടാ നയനെ നിന്റെ വിജയം. കാരണം ആദർശേട്ടൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഈ സമയം ആദർശ് പറഞ്ഞു, അബിയുടെ സ്വഭാവം എല്ലാം മാറും. നീ നന്നായിട്ട് അബിനെ സ്നേഹിച്ചാൽ മാത്രം മതി. സ്നേഹിച്ച് തോൽപ്പിക്കാൻ പറ്റും. അങ്ങനെ സ്നേഹിച്ച് തോൽപ്പിക്കുകയാണെങ്കിൽ നിനക്ക് അബിയുടെ മനസ്സിനെ കീഴടക്കാൻ സാധിക്കുമെന്ന് പറയാം. പെട്ടെന്ന് തന്നെ നയൻ പറഞ്ഞേ, അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും എനിക്കില്ല കേട്ടോ. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റുമായിരുന്നെങ്കിൽ പലരുടെ മനസ്സ് ഇപ്പൊ പണ്ടേ മാറിപ്പോയെന്ന് പറയാം. അത് ആദർശിനിട്ടുള്ള കൊട്ടായിരുന്നു. ആദർശിന് അത് മനസ്സിലാവുകയും ചെയ്തു. ആദർശ് പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം നബി പറഞ്ഞു, ആദർശാണ് നമ്മുടെ ഇവിടെ ഒപ്പം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ച. അല്ല ഇപ്പൊ നമ്മളെ രണ്ടുപേരും തെറ്റുകാരിയായിട്ട് എല്ലാരും മുദ്ര കുത്തിയാലെന്ന് പറയാ. നബിയോട് നയന പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എല്ലാവരും തുറന്നു പറയണം. അതൊന്നും ഇനി മറച്ചു വെക്കാൻ പാടില്ല. ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായില്ലെന്ന് ചോദിക്കുകയാണ്. എനിക്ക് മനസ്സിലായി. എന്നാലും അബിയുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അവൻ എങ്ങനെയെങ്കിലും എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അത് സാധിച്ചില്ല. അതിന്റെ ദേഷ്യം അവന്റെ മുഖത്ത് ഞാൻ കാണുന്നുണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് താഴെ ഡോക്ടറും അതെ. ഡോക്ടർ ഒന്നും കൂടെ കയറി വന്നപ്പോഴത്തേനും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അല്ല എൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യ ഒന്ന് തലയിറങ്ങി വീണു. അപ്പൊ അവളെ നോക്കാൻ വേണ്ടി വിളിച്ച. ഇതിനു മുമ്പ് ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തെ ആണെങ്കിൽ ചില കള്ളങ്ങളൊക്കെ പറഞ്ഞു. അവള് പ്രഗ്നന്റ് അല്ലാന്നും അതിന്റെ പേരിൽ പ്രഗ്നന്റ് അല്ലായിരുന്നിട്ട് പോലും അവൾ പ്രഗ്നന്റ് ആണെന്ന് ഞങ്ങളോടെല്ലാം പറഞ്ഞു. അതിപ്പോ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുകൊണ്ടാന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവില്ലെന്ന് പറയാണ്. അപ്പൊ ഇപ്പൊ വന്ന ഡോക്ടറിനെ അങ്ങനെ എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ഞാൻ ആ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ സാഹചര്യം അവര് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഡോക്ടർക്ക് വേണമെങ്കിൽ പറയാൻ നിങ്ങളോട് ആരുടെയും ഒന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശൻ പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറയാണ്. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല, ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം നയനോട് പറഞ്ഞു, നിങ്ങളൊന്ന് മുറിക്ക് വെളിയിലേക്ക് നിൽക്കാം, ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നയനെ മുറിക്ക് പുറത്താക്കിയിട്ട് നോക്കുവാണ്. ഈ സമയത്ത് അബിയാണ് ഡോക്ടർ മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അബീനെയാണ് കൂടെ വിട്ടെ. അങ്ങനെ അബി പുറത്ത് നിൽക്കുന്ന സമയത്ത് നയനെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, നീ എന്ത് പരിപാടി അബി കാണിച്ചേ? എന്നാലും നിനക്ക് നവേച്ചിനെ എങ്ങനെ അവിശ്വസിക്കാൻ തോന്നിയെന്ന് പറയണം. അവിശ്വസിക്കാൻ തോന്നിയതിന് കാരണങ്ങളൊക്കെ ഉണ്ട്. ആ ഫോട്ടോസൊക്കെ ആ ഫോട്ടോസൊക്കെ ആരാ കൊണ്ടേ തന്നതല്ല, ആരും മുറ്റത്ത് കിടന്നാന്ന് പറയാണ്. ഓഹോ, മുറ്റത്ത് കിടന്നല്ലേ? അങ്ങനെയാണെങ്കിൽ CCTVക്കകത്ത് പറഞ്ഞു കാണുമല്ലോ. അതൊന്നും എനിക്കറിയത്തില്ല, CCTVക്കകത്ത് ഉണ്ടോ ഇല്ലെന്ന് അബി ഒരു ഒഴുക്കം മട്ടി പറയല്ലേ. നയനയ്ക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇവനാണ് അതിന്റെ പിന്നില്. എല്ലാരും കാര്യങ്ങൾ അറിയിക്കാം. അവന്റെ ലക്ഷ്യങ്ങൾ അങ്ങനെ നടന്നിരിക്കുന്നു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. മുത്തശ്ശൻ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് സത്യങ്ങൾ കണ്ടെത്തിയേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഈ സമയത്ത് ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ഡോക്ടർ വന്ന ഉടനെ നയന ചോദിച്ചു, എന്തിനും ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണേ. കുഴപ്പമൊന്നുമില്ല. പിന്നീട് പറഞ്ഞു, ഒരു വിശേഷമുണ്ട്, നവി പ്രഗ്നന്റ് ആണെന്ന് പറയുവാണ്. ഇത് കേട്ടതും ഭയങ്കര സന്തോഷമായി നയനയ്ക്ക്. മുമ്പത്തെ പോലെ പാട് വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. അബി ആണെങ്കിൽ സമനില തെറ്റിയതിനെ പോലെ ആയിപ്പോയി. ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ള ഇതായിരുന്നു അബിയുടെ ഉള്ളില്. അങ്ങനെ ഡോക്ടർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. മുത്തശ്ശൻ ചോദിച്ചു, എങ്ങനെയുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നയനയ്ക്ക് ആദ്യം ഓർത്തുകൊണ്ടിരുന്ന 2-3 ദിവസമായിട്ട് ഇനി ഫുഡൊന്നും ശരിക്കും കഴിക്കാത്തതുകൊണ്ടുള്ള ക്ഷീണമായിരിക്കും എന്നോർത്താൽ നയന ഇരുന്നോണ്ടിരുന്ന ആദ്യം. പക്ഷെ സത്യം ഇപ്പോഴല്ലേ അറിയണേ. ഈ സമയത്ത് ഡോക്ടർ അങ്ങ് വന്നിട്ട് മുത്തശ്ശനോട് പറഞ്ഞു, പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല, വിശേഷം അറിയിച്ചിരിക്കുന്നു, നവി പ്രഗ്നന്റ് ആണെന്ന് പറയണേ. ഇനിയിപ്പൊ പാട് വെച്ച് കെട്ടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ശരിക്കും പ്രഗ്നന്റ് ആണെന്ന് പറയാണ്. ഇത് കേട്ടത് മുത്തശ്ശിക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഈ സമയം നവ്യനെയും കൊണ്ട് നയനെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ശൈലജയുടെ മുഖമാണെങ്കിൽ കടന്നല കുത്തിയാലേപ്പോയി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നല്ലോ അത്. അങ്ങനെ അബിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരിക. ഇതും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോവുകയും ചെയ്തു. പെട്ടെന്ന് നവ്യയുടെ അടുത്തേക്ക് അബി വന്നിട്ട് പറഞ്ഞു, ഒരുത്തന്റെ കൂടെ അഴിഞ്ഞാടി നടന്നിട്ട് അവള് വന്നിരിക്കുന്ന അവള്. ആ ഫോട്ടോസൊക്കെ കള്ള വന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഈ കുഞ്ഞ് എന്റേതല്ലെന്ന് പറയാണ്. നിന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല, നീ ഒരുത്തന്റെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നില്ലേ, അവനായിരിക്കും എന്ന് പറയാം. നവ്യയുടെ നിയന്ത്രണം വിട്ട് നവ്യ, നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കണം. അതെ, സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞെന്ന് പറയാം. പെട്ടെന്ന് ആ കോളർ നമ്മൾ കുത്തിക്കയറി പിടിക്കുക നവ്യ അബിയുടെ. ഒരിക്കൽ കൂടി നീ അങ്ങനെ പറഞ്ഞാണ്ടല്ലോ, പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടി, ഉറപ്പായിട്ട് എനിക്കറിയാവുന്ന കാര്യമാണ്, അത് എന്റെ കുഞ്ഞല്ല എന്ന് പറയണം. പറഞ്ഞു തീരുവല്ല, കാരണം പോത്തി ഒറ്റ ഒരെണ്ണം കൂടി കൊടുക്കുവാണ് അബിയുടെ നവ്യ. അനാവശ്യം വൃത്തിയോട് പറയുന്നോടാന്നും പറഞ്ഞോണ്ടങ്ങ് ഒറ്റ ഒരെണ്ണം കൊടുത്തു. ഇത് കാഴ്ച കണ്ടിട്ട് ശൈലജ എല്ലാരും ഞെട്ടിത്തെറിച്ച് എഴുന്നേക്കണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ.
ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.